പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ്, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, കർത്താവ്, ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ, ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ്, സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ചൊതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാ സുരക്ഷ നീക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളിലെ വചനങ്ങളില്ലേ, അതിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയും പരിണാമവുമാണ് ശരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് അത്
ഋട്ടുപരമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പാപം നിയമലംഘനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഒരു അടിത്തറയായിട്ട് എടുക്കാൻ പറ്റുക? അടിത്തറയല്ല, അതിനും താഴെ അടിത്തറയുണ്ട്. അതാണ് എൻ്റെ റൂട്ടായിട്ടുള്ള, അതായത് അടിസ്ഥാന ശിലകളെന്ന് പറയുന്നത്, വചനത്തിൻ്റെ അടിസ്ഥാന ശിലകൾ. അത് ചിലപ്പോൾ ഓരോ അപ്പോസ്തലന്മാർ ഒരു അപ്പോസ്തലൻ പറഞ്ഞത് അത് പൂരിപ്പിക്കപ്പെടുന്നത് വേറൊരു അപ്പോസ്തലൻ്റെ വചനങ്ങളിലൂടെ ആകും. അങ്ങനെ എല്ലാം അങ്ങനെയാണെന്ന് പറയുകയില്ല, നമ്മളിങ്ങനെ ഫലത്തിൽ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം പാപം നിയമലംഘനമാണ്. 1 യോഹന്നാൻ 3:4 പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. അപ്പം പാപം നമുക്ക് ബേസിക്കായിട്ട് ഇതിപ്പോൾ ഒത്തിരി മേഖലകളിൽ ഈ വിഷയം ടോക്കായിട്ടുണ്ട്. ആൾക്കാർ ബൈബിൾ പ്രഘോഷകർ ഈ വിഷയം കോട്ട് ചെയ്യും. പക്ഷെ വേറൊരു ചോദ്യം വരണതേ, എന്തുകൊണ്ടാണ് നിയമം ലംഘിക്കുന്നത്? ആരുടെ നിയമമാണ് ലംഘിക്കുന്നത്? ആരുടെ നിയമമാണ് ലംഘിക്കണത്? ദൈവത്തിൻ്റെ നിയമങ്ങളാണ് ലംഘിക്കണത്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കണത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയെ കരുതണം കൊണ്ടാണ്. റോമ 1:28. അപ്പൊ റോമ 1:28 ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും, അത് പിന്നെ അധവികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും അത് പാപത്തിലേക്ക് വിട്ടുകൊടുത്തെന്നാണ് പറയണം. അതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് പാപം നിയമലംഘനമാണ്? നമ്മുടെ ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് പാപം നിയമം ലംഘിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതണം കൊണ്ടാണ്. പിന്നെ ദൈവത്തെ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതണത്? ദൈവത്തെക്കാൾ വലിയ ദൈവമായിട്ട് വേറെ ആരെയോ കരുതണ കൊണ്ടാണ്. അതുകൊണ്ടാണ് നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നുവെന്ന് നമ്മൾ ഈ പന്തിയിൽ തന്നെ ഈ ദിവസം കേട്ടിട്ടില്ലേ? ഈ നമ്മുടെ കൂടെയുള്ള അപര ദൈവങ്ങൾ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ നമ്മളെ മാറ്റണത്. അങ്ങനെയാണ് നിയമത്തെ നമ്മൾ ലംഘിച്ച് വരണത്. അപ്പോൾ ബേസിക്കായിട്ട് എന്താ വിഷയം? അപരദൈവമാണ് വിഷയം. പക്ഷേ ദൈവത്തിനേക്കാൾ പ്രാധാന്യം നമ്മൾ വ്യക്തികൾക്ക് കൊടുക്കും ചിലപ്പോൾ. ഇപ്പോൾ ദൈവത്തേക്കാൾ പ്രാധാന്യമോ ആ ദൈവത്തിലുള്ള വിശ്വാസത്തേക്കാൾ പ്രാധാന്യമോ വേറെ വ്യക്തികൾക്ക് കൊടുക്കും. അപ്പോഴും സ്വാഭാവികമായിട്ട് നിയമലംഘനം വരും. ഈ വിശ്വാസം അറിയാതെയൊക്കെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളതാണ്. വിശ്വാസം അറിയാതെ ഇപ്പം നമ്മൾ ഒരു വിശ്വാസത്തിന് കല്യാണം കഴിച്ചു. അപ്പം ചിലർ നമ്മുടെ വിശ്വാസത്തിലേക്ക് തിരിച്ച് വരുമായിരിക്കും, ചിലർ വിശ്വാസത്തിലേക്ക് വരത്തില്ല. മറിച്ച് നിങ്ങളെ ആ വിശ്വാസത്തിലോട്ട് കൊണ്ടുപോകും. അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ ബോധ്യങ്ങളില്ല എന്നതിൻ്റെ അർത്ഥം. ബോധ്യം അങ്ങനെയല്ല, ഇത് നിങ്ങൾക്ക് സൗകര്യപ്പെട്ടതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ ഒഴിവാക്കണമാണത്. സെക്കൻഡായിട്ട് കാണുന്ന അവഗണിക്കുകയാണ് ശരിക്കും പറഞ്ഞത്, അംഗീകരിക്കാതിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പം പല ആൾക്കാരും ഇത് ലോകമല്ലേ ഇപ്പം പുതിയ കാലത്ത് ജാതി മതം ഉണ്ടാകുന്നൊക്കെ തിരക്കിയാലും അത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ദൈവത്തെ കാണാത്തത് കൊണ്ടും ദൈവത്തെ അറിയാത്തത് കൊണ്ടും ദാനമായി കിട്ടിയ വിശ്വാസത്തിന് വില അറിയാത്തത് കൊണ്ടുമാണ് അവർ ദൈവത്തെ അവഗണിക്കണത്. അനുതാപം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അനുതാപം കിട്ടിയ വലിയ അനുഗ്രഹമാണ്. പക്ഷെ അനുതാപം കിട്ടുമ്പോൾ അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ വേണം. അല്ല വെറുതെ എനിക്ക് അനുതാപമുണ്ടെന്നൊരു കാര്യമില്ല. കാര്യം ബൈബിൾ നോക്കുന്നത് അനുതാപമല്ല, അനുതാപത്തിൻ്റെ ഫലങ്ങൾ. മത്തായി 3:8 മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. മാനസാന്തരത്തിന് ദുഃഖം പിടിച്ച് മനസ്സിൽ സങ്കടം പിടിച്ചെന്നൊരു കാര്യമില്ല, അതിൻ്റെ യോജിച്ച ഫലങ്ങളുണ്ട്. അതാണ് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അപ്പം അനുതാപത്തോടെ ജീവിക്കണം, വിശ്വാസത്തെ കുഞ്ഞുങ്ങളെ വളർത്തണം, മേലുള്ള ജീവിതത്തിന് വിശുദ്ധി കീപ്പ് ചെയ്യണം. കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പ്രാക്ടിക്കലല്ല, ഭയങ്കര പാടായിരിക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അപ്പനോ അമ്മയോ
വിശ്വാസത്തിൽ ലൂസായിട്ട് വീട്ടിൽ സംസാരത്തിലുള്ളവരാണ്, അവിടെ മക്കളാണ് വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത്. പിന്നെ വേറെ ചില ആൾക്കാർ വിശ്വാസം, അതായത് കുഞ്ഞുങ്ങൾക്ക് താറോവായിട്ട് അവർക്ക് വിശ്വാസം ഭാരമായിട്ട് കുഞ്ഞുനാളിൽ തന്നെ പ്രാർത്ഥനകളുടെ എണ്ണവും തീഷ്ണതയും കൂട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അതുമായിട്ട് യോജിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ മനസ്സുകൊണ്ട് വിശ്വാസത്തെ എതിർക്കും. കാരണം വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചാലഞ്ച് അല്ലേ, റിസ്ക് അല്ലേ. മിഠായി തിരണ പോലെയും മദ്യം അടിക്കണ പോലെയൊന്നും അല്ലല്ലോ. അതിനതിൻ്റെ റിസ്ക് ഉണ്ട്, ജീവിത രീതികളുണ്ട്. അപ്പം അതിൽ നിന്ന് ചാടി പുറത്ത് വീഴാൻ എല്ലാവർക്കും തോന്നും. ക്ലാസ് ഇല്ലാത്തപ്പോൾ ചില ദിവസങ്ങൾ ഇൻ്റർവെല്ലിനെ കഴിഞ്ഞ് ക്ലാസ് ഇല്ലെന്ന് പറയത്തില്ല, ഈ ടൈമിന് അടുത്ത പീരീഡ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പിള്ളേർ എന്ത് ആഹ്ലാദത്തോടെയാണ് ചാടിപ്പുറത്ത് വീഴുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുന്നതിനേക്കാളും നല്ലത് കളിച്ച് നടക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. വിശ്വാസത്തിൽ ജീവിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പേയ്മെൻറ്റ്സുകളുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലത് കൊടുക്കാൻ തീരുമാനിച്ച് നമ്മൾ വിശ്വാസത്തിന് പേയ്മെൻറ്റ് കൊടുക്കുന്നവരാണ്, അതനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് സമൂഹത്തിനല്ല മനസ്സിലാക്കേണ്ടത്. എല്ലാവരും കുടുംബക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചിലരൊക്കെ പള്ളിയിലൊക്കെ പോണതും കുമ്പസാരിക്കണൊക്കെ വരെ എന്തിനാണ്? അപ്പനെയും അമ്മനെയും ബോധിപ്പിക്കാനും. അപ്പനും അമ്മയുടെ കാലം കഴിയുമ്പോൾ അവർ സ്വന്തം സ്വഭാവം കാണിക്കും. അപ്പം അതുകൊണ്ട് അതല്ല ശരിക്കും വിശ്വാസത്തിൽ ജീവിതം എളുപ്പമാകുന്ന ഒരു സൂപ്പർ പണിയുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ജീവിതം എളുപ്പമാകാനുള്ള മാർഗം ഈ നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ വിശ്വാസിയാണ് ജീവിക്കണമെന്ന് ദൈവത്തെ ബോധിപ്പിച്ചാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവസഹായം വരും. നമുക്ക് ദൈവസഹായം കിട്ടാൻ എല്ലാ കാര്യങ്ങൾക്കും ദൈവസഹായം കിട്ടണമെന്ന് ഇല്ല ജീവിക്കാൻ പറ്റിയിടുന്ന് കണ്ടുപിടിച്ചതും അത് നമ്മളോട് പറഞ്ഞു തന്ന ഈശോയാണ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ചെയ്ത തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് നിഷ, ഹസ്ബൻഡ് ബിനു, മക്കൾ കാൻഡിസ്, നോയൽ. ഞങ്ങൾ പൂനെയിൽ കാർമൽ പാരിഷ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് യൂട്യൂബിലൂടെയാണ്. യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അതിനുശേഷം ഞാൻ ആദ്യമായി ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. 2023 ഡിസംബർ 28 ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ മോൻ്റെ MBBS പഠനത്തിന് ശേഷം ഞാനും അവരും കൂടി ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുകയും മോൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ, മോൻ ഇവിടെ വന്നത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവന് മാതാവിൻ്റെ രൂപമെടുത്ത് പ്രദർശനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കണമേ എന്ന് മോനോട് ഞാൻ പറഞ്ഞിരുന്നു. മോനെ, നീ അതുപോലെ പ്രാർത്ഥിക്കണം. അതുപോലെ അവനത് മാതാവിനെ കിട്ടുകയും അതുപോലെ ജോസഫ് അച്ഛൻ്റെ തലയിൽ വെച്ചുള്ള ബ്ലെസ്സിങ്സ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളിവിടെ നിന്ന് പോയത്. പിന്നെ ഓഗസ്റ്റിലായിരുന്നു അവൻ്റെ നീറ്റ് PG എക്സാമിന് ശേഷം ഞങ്ങൾക്ക് ഇവൻ ഏത് ബ്രാഞ്ച് സെലക്ട് ചെയ്യണമെന്ന് അത്ര ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവന് നീറ്റിന് കിട്ടിയ സ്കോറ് വെച്ച് നോക്കുമ്പോൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാഞ്ച്, അവൻ ആഗ്രഹിച്ചിരുന്ന ബ്രാഞ്ചിൽ തന്നെ കിട്ടാനായിരുന്നു സാധ്യതയുണ്ടായിരുന്നത്. പിന്നെ നീറ്റ് കൗൺസിലിംഗ് സ്റ്റാർട്ടായ സമയത്ത് സെൻറ്റ് ജോൺസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പൂനെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാൺ ഡയോസിസിലെ ബിഷപ്പിൻ്റെ ലെറ്ററും ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ടാണ്, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റുമായിട്ടാണ് സെൻറ്റ് ജോൺസിൽ വരേണ്ടിയിരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അവൻ സെൻറ്റ് ജോൺസിൽ വരികയും ആ വന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവന് വന്ന് എന്നോട് പറഞ്ഞു, അമ്മ, ആ കോളേജ് നല്ലതാണ്, എനിക്ക് അവിടെ കിട്ടുവാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ്. പിന്നീട് ഞങ്ങളപ്പം സെൻറ്റ് ജോൺസ് എന്ന് എപ്പോഴും മനസ്സിൽ കരുതി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം റൗണ്ട് 1 കൗൺസിലിംഗ് തുടങ്ങി. ആ സമയത്ത് നമുക്ക് മനസ്സിലായി സൈക്കാട്രി ബ്രാഞ്ചിലോട്ട് ഞങ്ങൾ കാറ്റഗറി 3 ആണ്. കാറ്റഗറി 1 ഒരു സീറ്റാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാർക്കുള്ള സീറ്റാണ്, അവർ ഡോക്ടറാണെങ്കിൽ അവർക്കുള്ളത്. കാറ്റഗറി 2 3 സീറ്റ് സെൻറ്റ് ജോൺസിൽ പഠിച്ചിട്ടുള്ള MBBS അവിടെ നിന്ന് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അവർക്കാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി 3 ആണ്, ഞങ്ങൾക്ക് സീറ്റൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അന്ന് തന്നെ ഞാൻ ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ മാതാവ് ഞങ്ങളെ പ്രത്യേകമായിട്ട് ഈ ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു, അത് പൂർത്തിയാകാനായിട്ട് ചില ചലഞ്ചായിട്ട് എനിക്കൊരു
സാഹചര്യം ഒരുക്കി തരികയുണ്ടായി. ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു യൂട്യൂബറാണ്. എനിക്ക് ഏകദേശം 41,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബ് ചാനൽ. ഒരു നവംബർ 11 ഞാൻ എൻ്റെ ചാനലിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്തു. ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ആദ്യത്തെ വീഡിയോ. അതിനുശേഷം 4 മണിയായപ്പോഴത്തേക്കും അടുത്ത വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4:15 ആയപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ സൊസൈറ്റിയിലൊരു ആൻറ്റി വന്ന് പറഞ്ഞു, നിഷ എന്തോ നിൻ്റെ വീഡിയോ ചാനലിൽ പറ്റിയിട്ടുണ്ട്, സം വിയേർഡ് മെസ്സേജ് വരുന്നുണ്ട് എന്ന് നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചാനൽ ടെർമിനേറ്റായി. പ്രത്യേകിച്ചൊരു റീസണും എനിക്ക് മനസ്സിലായില്ല, ചാനൽ ടെർമിനേറ്റായി. അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു, മോൻ മെസ്സേജ് നോക്കിയിട്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ മെയിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അമ്മയുടെ ചാനൽ ടെർമിനേറ്റായി പോയിട്ടുണ്ട്, അവിടെ നിന്നൊരു മെസ്സേജ് വന്നു അപ്പീൽ ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ അപ്പീൽ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്ന് അവർ പറഞ്ഞു, നിങ്ങളുടെ ചാനലിൽ ഞങ്ങൾ ചെക്ക് ചെയ്തു, ടെർമിനേറ്റാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ല ഞാൻ വേറൊരു ചാനൽ തുടങ്ങാം. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെ തുടങ്ങിയാലും ഇങ്ങനൊരു മിസ്റ്റേക്കിൽ അവർ എൻ്റെ ഫേസ് ഐ ഡിയൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്നെ ടെർമിനേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം കാരണം എനിക്ക് യൂട്യൂബിൽ ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ വീഴ്ച വന്നതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പിന്നീട് തരാനുള്ള അനുഗ്രഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ടായിരിക്കാം ഇങ്ങനൊരു ചലഞ്ച് തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിലിനി ഉടമ്പടിയിലെ കുറേ പത്രങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ ആ പത്രം എല്ലാം എടുത്ത് അതിനകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും അതുപോലെ തന്നെ തൈലമൊക്കെ പുരട്ടിയിട്ട് പത്രം എല്ലാം എടുത്തിട്ട് പിറ്റേ ദിവസം ഞാനും മോനും കൂടി അവിടെ ഞാൻ ഇതുവരെ പോകാത്ത, പൂനെ താമസിച്ചിട്ട് 22 വർഷമായി, പക്ഷേ ഒരിക്കൽ പോലും പോകാത്തൊരു പള്ളിയുണ്ട്. അവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു മാസമുണ്ട്. ഞാനും ഇവനും കൂടി പോയി അവിടെ പത്രമൊക്കെ കൊടുത്തു, അവൻ്റെ ഇംഗ്ലീഷ് പത്രമൊക്കെ കൊടുത്ത് തീർത്തു. കുർബാനയും കൂടി അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഉടമ്പടി ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ചാനൽ നിനക്ക് റിക്കവറാക്കി തന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് പിടികിട്ടി ഈ പത്രം കൊടുക്കാതെ എന്നെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ആണ് എന്നെ ഏറ്റവും കൂടുതൽ മാതാവിന് ഞാൻ അകന്നു പോയെന്നും തോന്നുന്നതും, അത് ഈശോയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാതാവ് എനിക്ക് തരുന്നതെന്ന് മനസ്സിലായി. ഞാൻ പിന്നീട് ആ പത്രം എല്ലാമായിട്ട് പിന്നീടുള്ള സൺഡേകൾ ഞാനും മോനും കൂടി ഇത്രയും വർഷമായിട്ട് ഞാൻ പോയിട്ടില്ലാത്ത കുറച്ച് പള്ളികളുണ്ട് അവിടെ. ആ പള്ളിയിലെല്ലാം പോകുന്നു, ചിലപ്പം 1, 2, 3 കുർബാനയൊക്കെ കണ്ട ദിവസമുണ്ട്. പത്രം എല്ലാം കൊടുത്ത് തീർത്തു. അങ്ങനെ രണ്ടാമത് ഇവരുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും കാറ്റഗറി 2-ലെ 3 സീറ്റിലും അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ട്, നമുക്ക് പിന്നെ സീറ്റ് കിട്ടാൻ സാധ്യതയൊന്നുമില്ല. ഇപ്പോൾ ഡിസംബർ 14 ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കർണാടക എൻട്രൻസ് അതോറിറ്റിയിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വരണം. ആ സമയത്ത് ഞാൻ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് അതിനകത്ത് ഉപ്പും അതുപോലെ തന്നെ വിശുദ്ധ തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് മോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. അത് ഇവിടുന്ന് സബ്മിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡിസംബർ 16 ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ അച്ഛൻ്റെ ഒരു വേർഡ്സ് എനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രൈക്കായി. അച്ഛൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, മാത്യു 7:9 മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നവരുണ്ടോ, അതുപോലെ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായി നിങ്ങൾക്ക് മാതാവിനോട് ചോദിക്കുന്ന എല്ലാ അനുഗ്രഹവും തരും. നിങ്ങളുടെ ഉടമ്പടിയിൽ എന്ത് വെച്ചിട്ട് നിയോഗം നിങ്ങൾക്ക് സാധിച്ചു തരും. അപ്പോൾ എനിക്കത് ഒത്തിരി എനിക്ക് തോന്നി, എനിക്കുള്ള മെസ്സേജായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ മോനോടും പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട് കേട്ടോ, ഇത് നമുക്ക് ചിലപ്പോൾ ഉള്ള മെസ്സേജ് ആയിരിക്കും. അപ്പോൾ മോൻ പറഞ്ഞു, കുഴപ്പമില്ല അമ്മ, ഞാൻ മാതാവിനോട് ഈശോയോടും പറയുന്നുണ്ട് എനിക്കൊരു സീറ്റ് കിട്ടണേ, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം വെച്ചാൽ അവൻ നിരാശയിലേക്കൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ മക്കളെ വിശ്വാസത്തിൽ വളർത്തുമ്പോൾ അവർ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വിശ്വാസം തകർന്നു പോവുകയാണെങ്കിൽ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമായി. കുഴപ്പമില്ല, ഇനിയിപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം വളരെ വ്യക്തമായിരുന്നു, റൗണ്ട് 2-ൽ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ട്. അതുവഴി ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് മാംഗ്ലൂരാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 25. അപ്പോൾ ഞങ്ങൾ 22 ബാംഗ്ലൂരിൽ നിന്ന് പൂനെയിൽ നിന്ന് ബാംഗ്ലൂരിൽ വരികയാണ്. ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എടുക്കുകയും വേണം, മറ്റേ കോളേജ് ജോയിൻ ചെയ്യുകയും വേണം ഇൻ കേസ് ബാംഗ്ലൂർ കിട്ടിയില്ല എങ്കിൽ. പക്ഷേ 23 ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് 12 മണിക്കാണ് ഞങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. അവനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും മാതാവിൻ്റെ ഒരു ഇടപെടൽ മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാറി. കാരണം കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് മാതാവ് തന്നു എന്ന് ഉറപ്പായി വിശ്വസിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ഗിസ് ഗ്രേസ് എന്നുള്ളത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവനെ അതിനുശേഷം അവിടെ MDക്ക് സൈക്കാട്രിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇതിലേക്ക് വരുത്താൻ വേണ്ടി മാതാവ് ഞങ്ങളെ തയ്യാറാക്കിയ വിധവും അതൊക്കെ ഒത്തിരി
ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന കുറവുകളെ മനസ്സിലാക്കി തരാനും നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയും ഇതൊക്കെ ചെയ്യാനും സാധിച്ചു. അപ്പം ഞാൻ അന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ പോയ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രത്യേകമായിട്ട് ഓൺലൈനിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ടിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത്, അതുപോലെ തന്നെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഫാസ്റ്റ്, അതായത് നോൺ വെജ് അതുപോലെയുള്ളൊന്നും കഴിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങളെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ എല്ലാ കുറവുകളും, ഞങ്ങളെവിടെയാണോ കുർബാനയ്ക്ക് പോകുന്നതിലോ അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നതിലൊക്കെയുള്ള കുറവുകൾ മാറ്റിക്കൊണ്ട് ആ ഒരു മാസക്കാലം വളരെ ഞങ്ങളുടെ കൂടെ നടക്കുന്ന പോലെയായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇന്ന പോലെ ചെയ്യുന്നു പറയുന്നു തരുന്നതായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നു തീരുമാനിച്ച സമയത്ത് തന്നെ എനിക്കൊരു അലർജി രോഗമുണ്ടായിരുന്നു. ഏകദേശം 35 വർഷമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളം പൈപ്പ് തുറന്ന് പാത്രം കഴുകുകയൊക്കെ ചെയ്ത് അപ്പത്തൊട്ട് തുമ്മാൻ തുടങ്ങും. അതുപോലെ ഫ്രിഡ്ജ് തുറന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല. കുറേ എല്ലാ ദിവസവും ഞാൻ അലറി ഡി എന്നൊരു ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അത് ഒത്തിരി വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഞാൻ പോലും അറിയാതെയാണ് എനിക്ക് അങ്ങനെ ഒരു സൗഖ്യം മാതാവ് തന്നത്. അതായിരുന്നു എനിക്ക് ആദ്യമുണ്ടായ ഒരു രോഗസൗഖ്യം. 5 വർഷമായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു ആ ഒരു അലർജി പ്രോബ്ലം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് മെയിനായിട്ട് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നു. പത്രം ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ പള്ളികളിലായിരിക്കത്തില്ല ഇപ്പം കൊടുക്കുന്നത്, പുറത്തുള്ള പള്ളികളിലാണ് കൊണ്ട് കൊടുക്കുക. അത് ചിലപ്പം ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവുമായിട്ടാണ് പോകുന്നത്. അവിടെ പല പള്ളികളിലും കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുക. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കേൾക്കുന്നത് സ്റ്റാറ്റസ് ഇടാറും ഷെയർ ചെയ്യാറുമുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ മാസവും ഞാൻ ആദ്യ വെള്ളിയാഴ്ചയാണ് കുമ്പസാരിക്കുന്നത്. അതുപോലെ തന്നെ പള്ളികളിൽ എല്ലാ സൺഡേയും മാസിന് പോകുന്നു. കഴിയുന്നതും ഞങ്ങൾക്ക് ഈവനിങ്ങിലാണ് ഒരു ദിവസം മാസം ഉള്ളത്, അതുകൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ പോവാറുണ്ട്. പിന്നീട് ബൈബിൾ വായന, അതുപോലെ തന്നെ ജപമാലയാണ് ഏറ്റവും കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കാറുള്ളത്. My name is Noel. I have truly been blessed by this miracle in my life. Just like Father Joseph keeps saying, not by merit but by grace. I feel my life is truly a testament for the things that have happened in the last 1 year. I could not have expected anything of that sort. I would like to take this opportunity to thank our Lord Jesus Christ and Blessed Mother Mary for all the blessings that me and my family have received. ഈ ഒരു അനുഗ്രഹം നൽകി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാകാൻ അവസരം നൽകിയ മാതാവിനും തിരുകുമാരനും 1000 നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷി ഇവിടെ നിർത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനമാണിത്. ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നല്ലതായാലും കഷ്ടതയായാലും നഷ്ടമായാലും വേദനയായാലും, ദൈവം ഒടുവിൽ നന്മയ്ക്കായി മാറ്റുന്നു. എല്ലാം തന്നെ നല്ലതാണ് എന്നല്ല, കഷ്ടപ്പാടുകൾ ആവശ്യമില്ല എന്നുമല്ല. ഈശോ നമ്മൾ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ഈശോയുടെ ഉദ്ദേശം നിറവേറ്റുന്നതിനും ഒടുവിൽ നമുക്ക് നല്ലതാക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു സാക്ഷ്യമാണ് നിഷ ബിനുവും കുടുംബവും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈശോയും അമ്മയും കൂടെ നിന്ന് ഈശോയുടെ പദ്ധതി അനുസരിച്ച് ഇവർ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഈശോയുടെ അമ്മയുടെ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനും സാധിച്ചത്. യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞതും. ആദ്യമായി കൃപാസനത്തിൽ കണക്ട് ചെയ്യുന്ന ഓൺലൈനിൽ കൂടിയാണ്. മകൻ്റെ MBBSൻ്റെ പഠനം കഴിഞ്ഞ് നല്ലൊരു കോളേജിലേക്ക് PG എക്സാമിന് വേണ്ടിയിട്ട്, പഠിത്തത്തിന് വേണ്ടിയിട്ട് ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യാനായിട്ട് ഈ മക്കൾ ശ്രമിച്ചിരുന്നു. പിന്നീടാണ് ഉടമ്പടി ജീവിതത്തിൽ കൂടെ ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ചാണ് ഓരോ പ്രാവശ്യവും പല കോളേജുകളിൽ പോയപ്പോഴും അഡ്മിഷന് പോയപ്പോഴും ഇവർ പ്രാർത്ഥിച്ചത്. സീറ്റിന് വേണ്ടി എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അവസാനം എല്ലാം നല്ല രീതിയിലാക്കി തന്നെ ദൈവം ഇവർക്ക് അനുഗ്രഹിച്ചതാണ് നമ്മൾ കണ്ടത്. MD
സൈക്കാട്രിയിലാണ് അഡ്മിഷന് കൊടുത്തത്. ഈശോയും അമ്മയും കനിഞ്ഞനുഗ്രഹിച്ച ഒരു അനുഗ്രഹമാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഈ മകൻ്റെ ആഗ്രഹമനുസരിച്ചാണ് അവരനുഗ്രഹിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. ഈശോ നമ്മൾ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചാണ് നമ്മുടെ ആത്മീയ വളർച്ചയിൽ നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഈ മകൾ പറഞ്ഞ പോലെ യൂട്യൂബ് പെട്ടെന്ന് ടെർമിനേറ്റ് ആയിപ്പോയി. അപ്പോൾ കൂടുതൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ തിരുത്തുവാനാണ്, കുറവുകൾ മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു. പലപ്പോഴും ഇവരുടെ സാക്ഷ്യത്തിൽ പറഞ്ഞത്, ഞങ്ങളെപ്പോഴും എന്തെങ്കിലും നടക്കുമ്പോൾ കുറവുകൾ എന്താണ് തിരുത്തേണ്ടത് എന്നാണ് ഇവർ നോക്കിയത്. പെട്ടെന്നാണ് പത്രം കൊടുത്തില്ലല്ലോ, ആ പത്രം വിതരണം ചെയ്യാനായിട്ട് കുടുംബം അതിനു വേണ്ടിയിട്ടാണ് പുറപ്പെട്ടത്. പിന്നെയാണ് ഉടമ്പടി ജീവിതത്തിൽ എത്രയൊക്കെ മാറ്റങ്ങൾ വരുത്താമോ അത്രയെല്ലാം മാറ്റങ്ങളാണ് ഇവർ നടത്തിയത്. അതുമൂലമാണ് നമ്മൾ മനസ്സിലാകാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴും അവരത് മനസ്സിലാക്കാനായിട്ട് ഈശോയും അമ്മയുമാണ് അവർക്ക് അനുഗ്രഹം നൽകിയത്. അങ്ങനെ ഓരോ പ്രാവശ്യം അവർ തിരുത്തി അവരുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ തീഷ്ണതയോടെ നയിച്ചപ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും അനുഗ്രഹങ്ങൾ വർഷിച്ചത്. ആ മകൻ പറഞ്ഞതുപോലെ ഈ മകളുടെ വിശ്വാസമാണ്. അച്ഛൻ്റെ ടോക്കിൽ കേട്ട ഓരോ പ്രാവശ്യം ടോക്ക് കേൾക്കുമ്പോഴും അത് ഞങ്ങളോട് പറയുന്ന പോലെയാണ് അവർക്ക് കരുതിയത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 9-ാം വചനമാണ് ഒരു വലിയ സ്ട്രൈക്കായത്. നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ ഈശോയോട് എന്ത് ചോദിച്ചാലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമെന്നാണ് ഈ മകൾ പറഞ്ഞത്. അതാണ് ഇവർ വിശ്വസിച്ചതും. എല്ലാം വഴുതി പോകുമ്പോഴും ആ ടെർമിനേറ്റ് ചെയ്ത യൂട്യൂബാണേലും അത് പോകുമ്പോഴേ ഇവർ വിശ്വാസം നഷ്ടപ്പെടാതെ എന്താണ് തിരുത്തേണ്ടത്, എന്താണ് കുറവുകൾ എന്നന്വേഷിച്ച് ആ കുറവുകൾ നികത്തി വീണ്ടും വിശ്വാസ ജീവിതത്തിലേക്ക് ഓരോ പ്രാവശ്യവും തിരിഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ആ വിശ്വാസമാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മക്കൾ എന്ത് ചോദിച്ചാലും, മക്കൾക്ക് അപ്പം ചോദിക്കുമ്പോൾ കല്ല് കൊടുക്കുമോ, മീൻ ചോദിക്കുമ്പോൾ പാമ്പിന് കൊടുക്കുമോ എന്ന ഒരു വിശ്വാസം, ഈശോയിലുള്ള ഉറച്ച വിശ്വാസമാണ്. നമുക്ക് എത്ര എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാലും, കഷ്ടപ്പാടാണേലും ഫെയിലിയർ ആണേലും, ഈ മകൻ പറഞ്ഞ പോലെ അമ്മ മെഡിക്കൽ കോളേജ് സെൻറ്റ് ജോൺസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കാണുവാനുള്ള ഒരു മനസ്സ് അത് ഉടമ്പടി ജീവിതത്തിലാണ് ഇവർക്ക് കിട്ടിയത്. അതാണ് ഈശോയുടെ അമ്മയോട് സ്നേഹിക്കുമ്പോൾ നമുക്കെല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ഒരു ഔട്ട്ലുക്ക് കിട്ടും. എല്ലാം നല്ലതാണെന്നുള്ള കരുതുവാനുള്ള ഒരു ഫീലിംഗ്, ഒരു ബോധ്യമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. 35 വർഷം നീണ്ടുനിന്ന ഒരു അലർജിയാണ് ഈ മകൾക്ക് സൗഖ്യമായത്. ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയും അമ്മയും അത് സൗഖ്യപ്പെടുത്താൻ മറന്നില്ല. നമുക്ക് വേദനയായി തോന്നുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ നന്മയുടെ ഭാഗമായിരുന്നു. ഇവർക്കെല്ലാം ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയുടെ പ്രസൻസാണ്, സാന്നിധ്യമാണ് ഓരോ പ്രാവശ്യവും ഇവർ പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്, ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പദ്ധതിയാണുള്ളത്. ആ പദ്ധതി മനസ്സിലാക്കാനും ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുവാനുമുള്ള അനുഗ്രഹം ഈശോയും അമ്മയും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിഷ ബിനുവിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഈ അൾത്താരയിൽ ഒരു യോഗ്യതയും ഇല്ലാത്ത എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ച എൻ്റെ ഈശോപ്പയ്ക്കും എൻ്റെ അമ്മ മാതാവിനും എൻ്റെ മോശപിതാവിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജോസഫ് അച്ഛനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്ദു. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാനിവിടെ ഉടമ്പടി എടുത്തത് 19/10/2024 എനിക്ക് ഇവിടെ വരാനുണ്ടായ സാഹചര്യം, ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളാണ് ഇവിടെ ആദ്യം ഉടമ്പടി എടുത്തത്. അവൾ വഴി എനിക്ക് കൃപാസന പത്രം തന്നു. പക്ഷേ ഞാൻ ആ പത്രം വായിച്ചില്ല. ഞാൻ എൻ്റെ മേശയുടെ ഒരു സൈഡിൽ ഞാൻ മാറ്റിവെച്ചു. എനിക്ക് വായിക്കാൻ മനസ്സ് വന്നില്ല. ഞാൻ അച്ഛൻ്റെ യൂട്യൂബിൽ ഇടയ്ക്ക് ടോക്കുകൾ വരുമെങ്കിലും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനെ ഞാൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ കോടാനുകോടി മാപ്പ് ചോദിക്കുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ ഫ്രീ ആയിരുന്നപ്പോൾ എനിക്ക് തോന്നി അത് വായിക്കണമെന്ന്. ഞാനങ്ങനെ ഓരോ സാക്ഷ്യങ്ങളും വായിച്ചു. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് സാക്ഷ്യങ്ങളിലൂടെയാണെന്ന്. കാരണം അതിലെ സാക്ഷ്യങ്ങളെല്ലാം അനുഭവങ്ങളായിരുന്നു ഓരോരുത്തരും പങ്കുവച്ചിരുന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ അക്രൈസ്തവയാണ് ഞാൻ, എനിക്കിവിടെ വരണമെന്ന് വളരെ ആഗ്രഹം. അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ എങ്കിലും എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് എനിക്ക് കൃപാസനത്തിൽ പോകണമായിരുന്നു, പക്ഷേ എനിക്കറിയില്ല അത് എവിടെയാണെന്ന്.
അപ്പോൾ വേഗം എൻ്റെ ഭർത്താവ് പറഞ്ഞു അതിനെന്താ ഞാൻ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, നിയോഗം എഴുതി. പക്ഷേ നിയോഗം എന്താണെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പണ്ട് മുതലേ യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് കിട്ടിയ ആദ്യ രോഗസൗഖ്യമാണ്. കാരണം എനിക്ക് ആദ്യ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ബ്രസ്റ്റിൽ എനിക്ക് തടിപ്പും ഈ കഷത്തിലും തടിപ്പ് പോലെ വന്നായിരുന്നു. അപ്പോൾ ആ തടിപ്പ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം എൻ്റെ കൂട്ടത്തിലുള്ള ഒരു റിലേറ്റീവിന് ഇതുപോലെ വന്ന് മരണപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ എൻ്റെ മരുമോൾ എൻ്റെ മോൻ്റെ കൂടെ ഗൾഫിലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എന്നെ കൊണ്ടുപോയി അപ്പോൾ സർജനെ കാണിച്ചപ്പോൾ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു, 2 ബ്രസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ബ്രസ്റ്റും മാമോഗ്രാം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തൈലം ഞാൻ പുരട്ടുമായിരുന്നു. ഉപ്പ് ഞാൻ ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ കഴിക്കുമായിരുന്നു. തേനും കഴിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ തൈലം ഞാൻ പുരട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരത് തുടച്ച് കളഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കാശ് രൂപം ഞാൻ വിട്ടില്ല. ഞാൻ ഓരോ 2 സൈഡിലും ചെയ്തപ്പോൾ ഓരോ സൈഡിലോട്ട് ഞാൻ മാറ്റി പിടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അമ്മനോട് പറഞ്ഞു, അമ്മേ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമെന്നും. അങ്ങനെ ഞാൻ താഴെ മാമോഗ്രാം ചെയ്ത് താഴെ സ്കാനിങ് ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തിനാ സ്കാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു ഇതുപോലെ സർജൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, അതെന്തോ കൊഴുപ്പിൻ്റെ ആയിരുന്നെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിന് മുന്നേ വർഷങ്ങളായിട്ട് എൻ്റെ വയറ്റിൽ മുഴകൾ ഉണ്ടായിരുന്നു. ഓരോ സ്കാൻ കഴിയുമ്പോഴും ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ വയറ് വല്ലാതെ വീർത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഈ മാമോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആ സ്കാൻ റിസൾട്ട് കാണിച്ചപ്പോൾ സർജനോട് പറഞ്ഞു എൻ്റെ വയറ്റിൽ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വയറ്റിൽ ഒരു കുഴപ്പവുമില്ല, മുഴകളൊന്നുമില്ല, ഇത് താനെ പോകുന്ന മുഴകളാണ്. പക്ഷേ അത്രയും ഉടമ്പടിക്ക് മുന്നേ ഒരു ഡോക്ടർമാർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഞാൻ പിന്നെ അതിന് ഫോളോ അപ്പും ചെയ്തിട്ടില്ല. എൻ്റെ വയറ് മറ്റേത് ഇങ്ങനെ എനിക്ക് സാരിയെ കൊടുക്കാൻ നാണമായിരുന്നു, ഇത്രയും വീർത്തിരുന്നായിരുന്നു. ഇപ്പോൾ എൻ്റെ വയറ് സാധാരണ രീതിയിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എനിക്ക് കിട്ടിയത് അനുഗ്രഹം എന്ന് വെച്ചാൽ എന്നെയും എൻ്റെ ഭർത്താവിനും വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത്. ഞാനും ഭർത്താവും കലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിച്ചാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. ഞങ്ങൾ കണ്ടെയ്നർ വഴിയാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഞങ്ങൾ ബോൾഗാട്ടിൽ നിന്ന് 2-ാം പാലം കയറിയപ്പോൾ വലിയൊരു കണ്ടെയ്നർ. അപ്പോൾ ഞങ്ങൾ ചേട്ടനപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി, പുറകെ കാറുകൾ വരുന്നുണ്ട്, ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ നടുക്ക് എത്തിയപ്പോഴത്തേക്കും ബെൽറ്റ് പൊട്ടിപ്പോയി. ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, പെട്ടെന്ന് സ്റ്റക്കായി വണ്ടി. ചേട്ടന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടാൻ പറ്റുന്നില്ല, പുറകെ നിന്ന് കാറുകൾ വരുന്നു. പക്ഷേ ആ ഒരനുഭവം എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരു അപകടം കൂടാതെ എൻ്റെ ഹസ്ബൻഡിനെ ആ വണ്ടി സൈഡിലോട്ട് ഒതുക്കാൻ പറ്റി. പിന്നെ 5-8 കിലോമീറ്റർ വേണം മഞ്ഞുമക്കവലിലെത്താൻ. ഞാനപ്പോൾ ഭയങ്കര വിഷമിച്ചു. മഴയും പൊടിയുന്നു. അവിടെ നിന്ന് നമുക്ക് വണ്ടി വെക്കാനുള്ള സൈഡില്ല. അവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ, ഞാൻ കരഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന് ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ അമ്മേ. എന്നിട്ട് അത് പറഞ്ഞ് ഞാനിങ്ങനെ നടന്നു. പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവിന് ഇപ്പോഴും വിശ്വാസമല്ല. ഭർത്താവ് അതൊരു അത്ഭുതമാണെന്ന് പറയും. കാരണം 1/2 മണിക്കൂർ ഞങ്ങൾ മഞ്ഞമ്മക്കവലിൽ ആ വണ്ടി ഉന്തിക്കൊണ്ട്, എത്ര പാലമുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, അതിൽ ഓടിച്ചു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു ടെൻഷനും കൂടാതെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. ആ വണ്ടി കൊണ്ടുപോയി വെക്കാൻ ചെന്നപ്പോഴും ഞാൻ പെട്ടെന്ന് ആ വീടിൻ്റെ അകത്തോട്ട് നോക്കിയപ്പോൾ വലിയൊരു മാതാവിൻ്റെ ഒരു ഫോട്ടോ. ഞാനപ്പോൾ പറഞ്ഞ് സജി, നമ്മൾ മാതാവിൻ്റെ അടുക്ക, മാതാവാണ് നമ്മളെ കൊണ്ടുവന്ന. ഒരാഴ്ച വണ്ടി അവിടെ വെച്ചിട്ടാണ് ഞങ്ങളത് എടുത്തത്. അതുപോലെ തന്നെ പിന്നെയുള്ള രോഗസൗഖ്യം, എൻ്റെ ബ്ലഡ് പ്രഷർ 3 വർഷമായിട്ട് ഞാൻ 50 mg ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടു, ഒരു ചേട്ടൻ പറയണ കേട്ടു, ഇതുപോലെ എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു, ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മാറിയെന്ന്. അപ്പോൾ ഞാനും പറഞ്ഞു, അമ്മേ ആ ചേട്ടനെ മാറ്റിയത് കൂട്ട് തന്നെ എൻ്റെ പ്രഷർ മാറ്റണേ. 50 mg ഗുളികയും കൊളസ്ട്രോളിൻ്റെ ഗുളികയും ഞാൻ കഴിക്കുന്നുണ്ട് അമ്മ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ തല പൊട്ടിപ്പോണ കൂട്ട് എനിക്ക് തോന്നും. ഭയങ്കര വേദനയും തലവേദനയും കണ്ണൊന്നും കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ ഗുളികൾ, കൊളസ്ട്രോളിൻ്റെയും ബിപിയുടെയും ഗുളിക ഞാൻ കഴിക്കില്ല. ഈ 4ാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ ആ ഗുളികകൾ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഞാനത് മാറ്റിയിട്ട് ഞാൻ അമ്മ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ കൊണ്ട് എൻ്റെ ഗുളികകൾ വെച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇത് ഞാൻ ഇവിടെ അമ്മയ്ക്ക് വെച്ചിരിക്കുകയാണ്, ഞാനിത് ഉപയോഗിക്കില്ല, എൻ്റെ പ്രഷർ അമ്മ മാറ്റിയാൽ മതി. ഞാൻ അതിന് മരുന്നായിട്ട് കാണുന്നത്, വെളുപ്പിനെ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ആ തൈലം നെറ്റിയിലും എൻ്റെ അതായത് ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ എന്ന് ജോസഫ് അച്ഛൻ പറയും. അപ്പോൾ ഞാൻ ഉച്ചിയിലും ഉള്ളംകാലിലും ഞാൻ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് തേൻ കുടിക്കും. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം കഴിക്കുന്നത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട്, പ്രഷറിന് ഉപ്പ് പാടില്ലെന്നാണ് പറയുന്നത്, പക്ഷേ ഞാൻ പ്രഷറിന് ഞാൻ കഴിക്കുന്ന മരുന്ന് ഉപ്പിട്ടിട്ട് ഞാൻ ആ വെള്ളം കുടിക്കും.
ഒരു 1.5 ഗ്ലാസ് വെള്ളം കുടിക്കും. അതാണ് എൻ്റെ മരുന്ന്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പം സിസ്റ്റം നോക്കാനോ തലവേദന എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്കറിയാൻ പറ്റും, എനിക്ക് പ്രഷർ കൂടിയാൽ എനിക്കറിയാൻ പറ്റും. എനിക്ക് ഒരു വർക്ക് പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രോഗസൗഖ്യം. പിന്നെ ഏത് മാസമാണെന്ന് എനിക്കറിയില്ല, വേറൊരു രോഗസൗഖ്യം എൻ്റെ മുട്ടിന് മുകളിലായിട്ട് കേട്ടിട്ടുണ്ടാവും ആളുകൾ, നീളത്തിലുള്ള മുഴകളുണ്ടായിരുന്നു. അത് 1.5 വർഷം വരെ കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വേദന തുടങ്ങി, എനിക്ക് പേടിയായി തുടങ്ങി. ഞാൻ വീട്ടിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മരുമകളോടൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ പേടിയാണ്, എന്താ ഇത്. അപ്പോൾ അടുത്തടുത്ത് ചെറിയ മുഴകൾ വരാൻ തുടങ്ങി, നീളത്തിലെ മുഴ കൂടാതെ. അത് വേദനയായി തുടങ്ങി. അപ്പോൾ ഒരു 4-ാം തീയതി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ മുടക്കാറില്ല. അത് ഉടമ്പടി ധ്യാനത്തിൽ ജോസഫച്ചൻ പറഞ്ഞു, കർത്താവ് മുട്ടിന് മുകളിൽ നീളത്തിലുള്ള മുഴകൾ സൗഖ്യപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, കർത്താവേ അതെൻ്റെ ഇരിക്കണേന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കണ്ണീരോടുകൂടി. അപ്പോൾ അന്നേരം പറയില്ല, പക്ഷേ 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടിന് മുകളിലെ മുഴകൾ പതുക്കെ പതുക്കെ താഴാൻ തുടങ്ങി. ഇപ്പോൾ അതവിടെ ഇല്ല. അങ്ങനെ എനിക്കൊരു സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ ജോലി, എൻ്റെ മരുമകൾ എൻ്റെ മോനുമൊക്കെ പുറത്താണ്. അപ്പോൾ മരുമകൾ ഡെലിവറിക്കായിട്ട് വന്നപ്പോൾ എൻ്റെ ജോലി ഞാൻ 3 മാസത്തേക്ക് ലീവ് ചോദിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു ശരി എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിനി തിരിച്ച് ചെല്ലുമെന്ന് വിചാരിച്ച് അവർ വേറെ ആളെ വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനപ്പോൾ എൻ്റെ ഒരു ധ്യാനത്തിൽ പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, എനിക്ക് 3 മാസം ഞാൻ ലീവ് പറഞ്ഞു. എനിക്ക് ആ 3 മാസം, അതായത് അമ്മനോടൊരു വാശി പോലെ ഞാൻ പറഞ്ഞു, എനിക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ജോലി തരണം. എനിക്ക് ഫെബ്രുവരി 25-ാം തീയതി ആകുമ്പോൾ 3 മാസം തികയും. പക്ഷേ ഫെബ്രുവരി 21-ാം തീയതി എനിക്ക് അതിലും കൂടുതൽ സാലറിയോടുകൂടെ അതിലും ഉയർന്ന തസ്തികയിൽ എനിക്ക് ജോലി ലഭിച്ചു. അതുകൂടാതെ തന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരു ചാപ്പൽ അവിടെയുണ്ട്. എനിക്ക് ഈ ജോലിയും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ ചാപ്പലിൽ നിന്ന് ഈശോപ്പനോടും അമ്മ മാതാവിനോടും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടി. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് എന്നെ വന്ന് എന്നും കൂട്ടിക്കൊണ്ട് പോരുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് മാത്രമല്ല, എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ വരാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞിനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ വരാത്തതുകൊണ്ട് എനിക്കിതിവിടെ പറയാൻ പറ്റില്ല. അവരിവിടെ ഇല്ല, അവർ പുറത്താണ്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കും. ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പ് ഞാൻ വിതറിയിട്ട് ഞാൻ പറയാം, അമ്മേ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ ഇത് കിട്ടണേ, അവരിതെല്ലാം വായിച്ച് നോക്കണം, എന്നെപ്പോലെ ആദ്യം തട്ടിക്കളയരുതേ, ഇത് എന്നെപ്പോലെ ആകരുതേ, ആദ്യമേ കിട്ടുന്ന അനുഗ്രഹം അവർക്ക് കൊടുക്കണേ, എല്ലാ മക്കളുടെയും പ്രാർത്ഥന നമ്മ കേൾക്കണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ച് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഗ്രഹം കിട്ടിയത്, എനിക്ക് ഒരു വർഷം 2019/10/2024 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതുപോലെ തന്നെ 2025/10/2025 എനിക്ക് ഇവിടെ കൊരട്ടി മുത്തിയുടെ അടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഞാൻ ആ ചാപ്പലിൽ ചെന്നപ്പോൾ കുറേ പത്രം ഇരിക്കുന്നു. അപ്പം ഞാൻ വേഗം അതെടുത്തിട്ട് ഓർത്തു, നാളെ എനിക്ക് 1 വർഷം തികയാണ്. അപ്പം അമ്മയുടെ പത്രം കൊരട്ടി പള്ളിയിൽ അവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡും അവിടെ കൊടുത്തു. അതിൻ്റെ തലേന്ന് എനിക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റി. അവിടെ ഒരു ഓർഫനേജിൽ ഞങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ ഭർത്താവും ഞാനും കൂടി കുറേ ഡ്രസ്സുകൾ കുട്ടികൾക്ക് കൊണ്ടു കൊടുത്തപ്പോൾ ആ സിസ്റ്റർ കൈ കൂപ്പി വളരെ നന്ദി. ഞാൻ പറഞ്ഞു, കൈ കൂപ്പരുത്, ഇത് ഞങ്ങളുടെ തരുന്നതല്ല, ഇത് അമ്മ മാതാവ് തരുന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടെ ഭയങ്കര പ്രകാശം. പുറകിലോട്ട് ഞാൻ പറഞ്ഞു എന്താ എന്ന് വെച്ചാൽ അത് നോക്കിയപ്പോൾ അമ്മ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുകളിലിരുന്ന ഫ്ലഡ് ലൈറ്റ് ഭയങ്കര പ്രകാശത്തോടെ അന്നേരം ഓണാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ മാതാവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഒന്നും കിട്ടാതെ ഇരിക്കുന്ന ഒരു ഓർഫനേജ് ഉണ്ട്, ഞങ്ങൾക്ക് പേര് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, ആ ഓർഫനേജിലും ഇതുപോലെ സഹായം ചെയ്യണമെന്ന്. ഞങ്ങൾ ഈ ക്രിസ്മസിന് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മരുമകളുടെ അച്ഛനും കൂടി പോയി അവിടെ മക്കൾക്ക് ഒരുപാട് പുതിയ ഡ്രസ്സുകൾ വാങ്ങി അവിടെ കൊടുക്കാൻ, ആ മക്കളെ കാണാനും അവരുടെ കൂടെ ഇരിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ കൃപാസനത്തിൽ ഞാൻ 10 ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ എൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട അച്ഛനും അമ്മയുണ്ട്. ഞാൻ ഇന്നൊന്നല്ല, പണ്ട് മുതലേ ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് സങ്കടപ്പെടുന്ന ഒരു കാര്യം കണ്ടാൽ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കരയും. എൻ്റെ ചേട്ടൻ പറയും പെട്ടെന്ന് കരയുന്നവർ കള്ളികളാണെന്ന് പറയും. അപ്പം ഞാൻ ചിരിക്കുള്ളൂ, കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സ് വേദനിക്കും. എനിക്ക് കുട്ടികളെയാലും പ്രായമുള്ളവരൊക്കെ കണ്ട് എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അപ്പം ഞാൻ അവർക്ക് എൻ്റെ വീട്ടിൽ മേടിക്കുന്ന എന്താണെങ്കിലും ഞാൻ അതിലൊരു പങ്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ചെയ്യുന്നതാണ്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാകാൻ സാധിച്ചു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തെറ്റ് പറയാറില്ല, പക്ഷേ തെറ്റാണെന്ന് തോന്നിയാൽ ഞാൻ ഒരു മുഖത്തടിച്ചോണമെന്ന് പറയുന്നത്. അത് പക്ഷേ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണെന്ന്. പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ അവരോട് ഭയങ്കര ഹാർഡായിട്ട് സംസാരിക്കും. അത് ഓണറാണെന്നോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെന്നോ ഞാൻ നോക്കാറില്ല. പക്ഷേ
ഇപ്പോൾ എൻ്റെ ഭർത്താവ് പോലും എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സംയമനം പാലിക്കാൻ എനിക്ക് സാധിക്കും. മറ്റുള്ളവർ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ അവരോട് മറുപടി പറയില്ല. ഞാനത് കേട്ടു അപ്പം തന്നെ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ വരും. ഈശോപ്പൻ പറയുന്നുണ്ടല്ലോ, സ്നേഹം കരുണയുള്ളിടത്തേ ഈശോപ്പനുള്ളതെന്ന്. അപ്പോൾ ഈശോപ്പൻ എന്നിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹവും കരുണയുമാണ് ഈശോപ്പന് ഏറ്റവും ഇഷ്ടം. അപ്പം അത് എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലം മുഴുവൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹം. അച്ഛൻ്റെ വെളുപ്പിനുള്ള ടോക്ക് കഴിഞ്ഞാൽ ഞാൻ ഒരു 3/4 മണിക്കൂർ അത് കഴിഞ്ഞ് ദിവസം ഉള്ള പ്രാർത്ഥനകൾ, രാവിലത്തെ പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് പ്രാർത്ഥന കഴിഞ്ഞാണ് ഞാൻ അടുക്കളയിലോട്ട് കയറുന്നത്. വൈകിട്ടും അച്ഛൻ്റെ ടോക്ക് കഴിഞ്ഞാൽ രാത്രി ജപം, ബൈബിൾ വായന, ജപമാല വായന. ഞാൻ ക്രൈസ്തവരാണെങ്കിലും എനിക്ക് അതൊക്കെ വളരെ സന്തോഷം. എനിക്ക് പിന്നെ ഞാൻ ജോലിക്ക് ഇറങ്ങുമ്പോൾ ഞാൻ സംരക്ഷണ പ്രാർത്ഥന, പിന്നെ വിശ്വാസപ്രമാണം, സ്വർഗ്ഗസ്നേഹിത, നന്മ നിറഞ്ഞറിയാം, ഇത് തന്നെ ഞാൻ ചൊല്ലിക്കൊണ്ട് പോകും. ഇത് എനിക്കറിയില്ല എവിടെ നിന്നാണ് എന്നെ ഓർമ്മപ്പെടുത്തുന്നതെന്ന്. എനിക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അപ്പോൾ ഓർമ്മ വരും. അപ്പം തന്നെ ഞാനിത് പ്രാർത്ഥിക്കും. ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ സാധിച്ചു. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ സാധിച്ചു. ബൈബിളുണ്ട് എനിക്ക് ജോലി കിട്ടിയ ഒരു വലിയൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വളരെ വിഷമിച്ചായിരുന്നു. അപ്പോൾ ബൈബിളിൽ ഞാൻ പറയും എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ബൈബിൾ തുറക്കും. അപ്പം ഞാൻ അന്ന് ബൈബിൾ തുറന്നപ്പോൾ അതിൽ കാണാൻ എനിക്കൊരു ചേച്ചി എന്ന ബൈബിളാണ് പണ്ട്. അപ്പോൾ എൻ്റെ യേശുവിനുള്ള വിശ്വാസം കൊണ്ട് അപ്പോൾ അതിൽ വായിച്ചപ്പോൾ അതിൽ 2002 ഒരു റെസീറ്റ് ഇരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന അടുത്ത ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ ബൈബിളാണ് ഈ റെസീറ്റ്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നത് അറിയാതെ, അമ്മേ ഇത് ലിറ്റിൽ ഫ്ലവർ ചർച്ച്, എനിക്ക് അമ്മ അവിടെയാണ് ജോലി തരാൻ പോകണം, പക്ഷേ ഇനി ഒരു സ്ഥാപനം അവിടെ ഇല്ലല്ലോ അമ്മേ, പിന്നെ എനിക്ക് എങ്ങനെ അമ്മ ജോലി തരുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ 21 അതിന് ഒരു 18-ാം തീയതി ഞാൻ ഇത് 5 മിനിറ്റുള്ള ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, എനിക്ക് 5 മിനിറ്റുള്ള ഈ വചനം കഴിഞ്ഞതിന് മുമ്പേ തന്നെ എനിക്ക് മറുപടി അമ്മ തന്നെന്ന് പറഞ്ഞപ്പോൾ ആ ധ്യാനത്തിൻ്റെ ഒരു 5 മിനിറ്റ് പോലും ആയില്ല, എനിക്കൊരു കോൾ വന്നു. ഞാൻ എഴുതി വെച്ചൊരു പേരുണ്ട്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ആ പേരിനോട് സാമ്യമുള്ള ഒരു പേര്, വലിയൊരു സ്ഥാപനം, 10-35 വർഷമായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് എന്നെ വിളിച്ചത്, ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ആ 16-ാം തീയതി, എനിക്ക് 21-ാം തീയതിയാണ് ഞാൻ അവിടെ ജോലി കയറുന്നത്. ആ 16-ാം തീയതി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത്, ലിറ്റിൽ ഫ്ലവർ ചർച്ചിൻ്റെ അടുത്ത് പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങി. 21-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അമ്മയുടെ ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് ഞാനിത് പറയുള്ളൂ. കാരണം നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ അത്രയും 3 മാസമുള്ളൂ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട്, പക്ഷേ അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉയരുന്നത് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്നിടത്ത് എനിക്ക് അമ്മയുടെ അടുത്ത്, ആ ജോലി സ്ഥലത്തടുത്ത് അമ്മയുടെ ചാപ്പലും തന്ന് എനിക്ക് എന്നും അമ്മയുടെ പ്രാർത്ഥിക്കാനും ഈശോപ്പനോടും പ്രാർത്ഥിക്കാനും കൃപ തന്ന് എനിക്കറിയാം. എനിക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മനസ്സുരുകി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പറഞ്ഞ വിശ്വസിക്കുന്ന അറിയില്ല. ഞങ്ങൾ വില്ലകളിലാണ് താമസിക്കണം. അപ്പോൾ ഞങ്ങളുടെ വില്ലകളിൽ ആരും പ്രാവിനെ വളർത്തുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ണീരോടെ ഇങ്ങനെ കുമ്പിട്ടിരുന്ന് വിളക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കര ചെറുകടി ശബ്ദം. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തലപൊക്കി നോക്കിയപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടിൻ്റെ മുകളിൽ 3 പ്രാവുകൾ, ഒരു ചെറിയ പ്രാവും വേറെ 2 പ്രാവും, അതെന്നെ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഭയങ്കര ചെറുകടി ശബ്ദത്തിൽ പറന്നുപോയി. അപ്പോൾ എൻ്റെ പെട്ടെന്ന് മനസ്സിൽ വന്നത്, ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഔസപിതാവും എൻ്റെ മാതാവും എൻ്റെ ഈശോപ്പയും എൻ്റെ അടുത്ത് വന്നതാണ്. ഞാനതെല്ലാവരോടും പറഞ്ഞായിരുന്നു. പിന്നെ ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അത് ചെറുതും അതിവിടെ പറയാനായിട്ട് സമയപരിധി മൂലം ഞാൻ പറയുന്നില്ല. നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, അമ്മയെ മനസ്സുരുകി വിളിച്ചാൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അമ്മയാണ് നമുക്ക് ജോസഫച്ചൻ തന്നിരിക്കുന്നത്. ജോസഫച്ചൻ്റെ 40 വർഷത്തെ പുരോഹിത ജീവിതത്തിൽ നമുക്ക് തന്ന ഏറ്റവും വലിയ പുണ്യമാണ് നമ്മുടെ ജീവനുള്ള അമ്മ. എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ആ അത്ഭുതങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ പ്രസക്തമല്ല. കാരണം അതിലും വലിയ അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന, ഇനിയും എനിക്ക് ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും എൻ്റെ മോശപിതാവിനെ പോലും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജോസഫ് അച്ഛനും കോടാനുകോടി നന്ദി. സങ്കീർത്തനം 23:4 വചനം പറയുന്ന ഇപ്രകാരമാണ്: മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. മനുഷ്യജീവിതത്തിൽ ഭയപ്പെടുന്ന ഘടകങ്ങളാണ് രോഗവും നഷ്ടവും അപകടങ്ങളും അനിശ്ചിതത്വങ്ങളുമെല്ലാം. എന്നിവയൊക്കെയാണ് മരണത്തിൻ്റെ നിഴലുകൾ നമ്മുടെ ജീവിതത്തിലുള്ളത്. ആ താഴ്വരയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്, അത്തരമൊരു ഇരുണ്ട അവസ്ഥയിലൂടെ പോകേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ തിരക്കുന്നത്. ഈ അവസ്ഥകളിൽ കൂടി പോകേണ്ടി വന്നാലും ദൈവം നമുക്കൊപ്പം ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്ക് ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും കഠിനവും ഇരുണ്ട സമയങ്ങളിലും ദൈവ സാന്നിധ്യം നമ്മെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും
നയിക്കുകയും ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി ജീവിതം. ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന ഉറപ്പ്, പരിശുദ്ധാമ്മയുടെ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു അനുഗ്രഹം, ഇത് തന്നെയാണ് ഈ അക്രൈസ്തവ മകളായ ബിന്ദു സജി നമ്മളോട് ഷെയർ ചെയ്തത്. പരിശുദ്ധ അമ്മയെ ആദ്യമായിട്ട് അറിയുന്നത് ഒരു ചെറിയ പത്രത്തിൽ കൂടിയാണ്. ആദ്യം അത് തിരസ്കരിച്ചെങ്കിലും പിന്നീട് മകൾക്ക് മനസ്സിലായി, എന്തോ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രചോദനമായി ആ പത്രം വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് സാക്ഷ്യങ്ങളെല്ലാം അനുഭവങ്ങളാണെന്ന്. പിന്നീടാണ് ഈ മകളുടെ ഒരു വലിയൊരു ഉടമ്പടി ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര. ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഹസ്ബൻഡിനും അധികം വിശ്വാസമൊന്നുമില്ലായിരുന്നു തുടക്കത്തിൽ. പിന്നീട് രണ്ടുപേരും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതത്തിലേക്ക് കാലുവെച്ചു. പിന്നീട് ഈ മകൾ പറഞ്ഞ ഓരോ സൗഖ്യങ്ങളും, രോഗസൗഖ്യത്തിൻ്റെ കാര്യങ്ങൾ, ആദ്യം അറിഞ്ഞത് മൊമോഗ്രാം ചെയ്തപ്പോഴത്തേന് കഷത്തിലുണ്ടായിരുന്ന മുഴകളുടെ കാര്യം, വയറിലുണ്ടായിരുന്ന മുഴകളുടെ കാര്യം, പിന്നീടുണ്ട പല രോഗസൗഖ്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴും ഈ മകൾ പറഞ്ഞത് ഈശോയും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. അതിന് ശേഷമാണ് പിന്നീട് ടെസ്റ്റ് ചെയ്താൻ പോയത്. ഉടമ്പടിക്ക് മുൻപ് പറഞ്ഞിരുന്നത് പിന്നീട് ഫോളോ അപ്പ് ചെയ്യണമെന്നായിരുന്നു. ഉടമ്പടിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പവുമില്ല, ഒന്നും പേടിക്കേണ്ട എന്നാണ്. ഇതാണ് പറയുന്നത്. നമ്മൾ ദുഃഖത്തിൻ്റെ താഴ്വരയിൽ കൂടെ പോയുമ്പോഴും ഉടമ്പടി മക്കൾക്കുള്ള ആശ്വാസമാണ് നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീടുണ്ടായിരുന്ന ധ്യാനത്തിൽ പറഞ്ഞത്, അച്ഛൻ തന്നെ പറഞ്ഞു, കാലിൻ്റെ മുട്ടിലുണ്ടായിരുന്ന നീളത്തിലുള്ള ഒരു മുഴ അത് ഡിസപ്പിയർ ആവുന്നു എന്നാണ്, രോഗസൗഖ്യം ലഭിക്കുന്നു എന്നാണ്. ഈ മകള് 1.5 വർഷമുണ്ടായിരുന്ന ആ മുഴകൾ മാറുവാനായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു. അച്ഛൻ അന്ന് പറഞ്ഞ ദിവസം ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് 1.5 വർഷമുണ്ടായിരുന്ന ആ മുട്ടിനുണ്ടായിരുന്ന മുഴകളും രോഗസൗഖ്യമായി മുഴുവനായിട്ട് അങ്ങ് മാറ്റി തന്നത്. ഇതാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. എത്ര വർഷങ്ങളുടെ കണക്കുകളല്ല അമ്മ നോക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ കണക്കാണ് നോക്കുന്നത്. നമുക്ക് എത്ര വിശ്വാസമുണ്ട്, നമ്മുടെ വിശ്വാസം എത്ര ആഴത്തിലാണ് എന്നാണ് നോക്കിയാണ് ഈ മകളുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് ആ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് BP-ൻ്റെ ഉള്ള അസുഖമാണ്. അതോ ഈ മകൾ പറഞ്ഞ് സത്യത്തിൽ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു അസുഖമാണ്. 3 വർഷമായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഈ രോഗത്തിന് ഈശോയും അമ്മയോടും കനിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് കഴിക്കരുതാത്ത ഉപ്പ് വിശ്വാസത്തോടെ ഈ മകൾ കഴിച്ചത്. നമ്മൾ കേട്ടതാണ് പഴയ നിയമത്തിൽ എലീശ പ്രവാചകന് എരിഹോമിലെ വെള്ളം മലിനമായിരുന്നപ്പോൾ അത് ശുദ്ധീകരിക്കാനായിട്ടും വന്ധ്യത ഉണ്ടാക്കുമായിരുന്നു ആ വെള്ളം. ആ വെള്ളമാണ് ഉപ്പിട്ട് ശുദ്ധീകരിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥനയോടെ നമ്മളെടുക്കുന്ന ഈ ഉപ്പ് ഈശോയും അമ്മയും അനുഗ്രഹിച്ച് തരുന്ന ഒരു വലിയ ഒരു ഔഷധമാണ്. ഈ മകള് അതാണ് ഔഷധമായി ഉപയോഗിച്ചത്. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ആ ഉപ്പാണ് BP എന്ന അസുഖത്തിന് ഉപയോഗിച്ചത്. 3 വർഷമായി ഉപയോഗിച്ചിരുന്ന ടാബ്ലറ്റാണ്. പിന്നീട് ടെസ്റ്റ് ചെയ്താൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന്. ഇതാണ് വിശ്വാസം. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് കഴിഞ്ഞു തരുമെന്നുള്ള ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ മകളുടെ വിശ്വാസമാണ് ഒരുപക്ഷേ ഈ മകളെ രോഗസൗഖ്യം നൽകി ഇന്ന് ഈ പരിശുദ്ധ അമ്മയുടെ ആലയത്തിലെത്തിച്ചത്. പിന്നീട് വീണ്ടും ഈ മകൾ പറഞ്ഞത് ആക്സിഡൻറ്റിൽ നിന്നുള്ള സംരക്ഷണമാണ്. അതാണ് നമ്മൾ കേട്ടത്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളിൽ ദൈവ സാന്നിധ്യമാണ് നമ്മെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതെന്ന്. ആ മക്കളെ അന്ന് സംരക്ഷിച്ചത് തീർച്ചയായിട്ടും ഈശോയുടെയും അമ്മയുടെയുമുള്ള സാന്നിധ്യമാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ സാന്നിധ്യമാണ് ഇവരെ സംരക്ഷിച്ചത്, ഉടമ്പടി ജീവിതത്തിലുള്ള സാന്നിധ്യം. പിന്നെ ഈ മകൾ പറഞ്ഞത് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പല കാര്യങ്ങളും എന്നെപ്പോലെ ആരും തട്ടിക്കളയരുതെന്നാണ് പറയണത്. ആ പത്രത്തിൻ്റെ കാര്യമായും പറഞ്ഞത് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തേച്ച് യോഗ്യതയുള്ള ആവശ്യമുള്ള ആൾക്കാരുടെ കൈകളിൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഈ മകൾ ഉടമ്പടി പത്രം വിതരണം ചെയ്തിരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അത് സ്വന്തം ജീവിതത്തിലുള്ള എക്സ്പീരിയൻസാണ് ഈ മകളെ അങ്ങനെ പ്രാർത്ഥിച്ച് കൊടുക്കുവാൻ സാധിച്ചത്. ഇതും ഈശോയും അമ്മയും കഴിഞ്ഞൊഴുകിയ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലും നടക്കില്ല എന്ന് തോന്നുന്ന സമയങ്ങളിലും രോഗസൗഖ്യത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മൾ പോകുന്ന ആ മരണത്തിൻ്റെ ആ താഴ്വരയിൽ കൂടെയുള്ള യാത്രയിൽ നമുക്കും ഓർക്കാം ഈശോയും അമ്മയും മുറുക്കെ പിടിക്കാനായിട്ട്. ഏത് താഴ്വരയിൽ കൂടെ കടന്നു പോയാലും ഈശോയും അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും.
അമ്മയാണ് നമ്മളെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതവസ്ഥയിലായാലും യേശുവിലേക്കുള്ള വഴി കാണിച്ചു തരുന്നത് അമ്മയാണ്. അമ്മ സ്വയം രക്ഷകയല്ല, പക്ഷേ രക്ഷകനിലേക്ക് നയിക്കുന്ന അമ്മയാണ്. അമ്മയുടെ മധ്യസ്ഥതയിൽ നാം ധൈര്യപൂർവ്വം പ്രാർത്ഥിച്ച് ഈശോയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ബിന്ദു സജിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും രോഗസൗഖ്യത്തിന്, പിന്നീടുണ്ടായിരുന്ന ഈ മകൾ പറഞ്ഞ ജോലിയുടെ കാര്യവും, അതും ഒരു അപ്രത്യക്ഷമായിട്ടാണ് ഈ മകൾ പറഞ്ഞ. എപ്പോഴും ഞാൻ ബൈബിൾ തുറന്ന് ഈശോയുടെ അമ്മയുടെയും ആഗ്രഹം എന്താണെന്ന് നമ്മൾ ചോദിക്കുമായിരുന്നു എന്ന്. അതുപോലെ തന്നെയാണ് ആ മകൾ അന്നും ബൈബിൾ തുറന്ന് ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിച്ചുള്ള ആഗ്രഹത്തോടെയാണ് ബൈബിൾ തുറന്നത്. അന്നേരമാണ് പണ്ടെങ്ങോ കിട്ടിയിരുന്ന ഒരു റെസിപ്റ്റ്. ആ റെസിപ്റ്റിലുണ്ടായിരുന്ന ഈശോ ഓരോ സാന്നിധ്യം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ ബൈബിൾ തുറന്നപ്പോഴാണ് ആ റെസിപ്റ്റിലൂടെ അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നുവെന്ന് അമ്മയ്ക്ക് നേരിട്ട് അറിയാമായിരുന്നു. ഈശോയും അമ്മയും നമ്മുടെ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ഈ മകളോടൊരു സിഗ്നൽ കൊടുക്കുകയായിരുന്നു. അതാണ് ഈശോയും അമ്മയും തരുന്ന അടയാളങ്ങൾ അടുത്തറിയാനും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അറിയുവാനും മനസ്സിലാക്കുവാനും ആ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനും ഉള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബിന്ദു സജിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.